ഹലോ, നമസ്കാരം. അപ്പോഴേ ഞാൻ ഇന്ന് മരണമാസ് സിനിമ കണ്ടു. അപ്പോ അതിനെ കുറിച്ചുള്ള ഒരു റിവ്യൂവിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ യൂഷ്വലി ഒരു ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ്. ഇത് എന്റെ മാത്രം എന്തുവാണ് അഭിപ്രായമാണ്. അപ്പൊ എന്റെ പെർസ്പെക്റ്റീവില് ഞാൻ സിനിമ കണ്ടിട്ട് എനിക്കൊരു ഓഡിയൻസ് എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. മനസ്സിലായി? അപ്പൊ നിങ്ങളുമായിട്ട് ഞാൻ എന്റെ ഒരു അഭിപ്രായം ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വേറെ ആൾക്കാരുടെ അഭിപ്രായമാണോ, അല്ലെങ്കിൽ ഞാനൊരു സിനിമയെ ഡിഗ്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കൊടുക്കുന്നു, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാനൊരു സിനിമ കാണുമ്പോൾ എനിക്ക് എന്താണോ ഫീൽ ആയത് ആ സാധനമാണ് ഞാൻ ഇവിടെ വന്നു നിങ്ങളോട് പറയുന്നത്. ഓക്കെ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ടും ഇരിക്കാം. സോ അപ്പൊ അതങ്ങനെ കാണുക. ഓക്കെ? അപ്പൊ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമഡി സിനിമയാണ്. ടോവിനോ തോമസിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു സിനിമയാണ്. ബേസിൽ സുരേഷ് കൃഷ്ണ അങ്ങനെയുള്ളൊരു വലിയ അത്യാവശ്യം നല്ലൊരു താരനിര കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. സിനിമ കണ്ടതിൽ എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കോമഡി പ്രസന്റേഷൻ അവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിന്റെ കാസ്റ്റിംഗ് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇതിന്റെ കാസ്റ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ സിനിമയുടെ തന്നെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഈ കാസ്റ്റിംഗ് എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും അവരവരുടെ ക്യാരക്ടർ റോള് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ. അത് ഞാൻ എടുത്തു പറയണം. ഫസ്റ്റ് പാർട്ട് പറയേണ്ടത് അത് തന്നെയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ടുള്ള വാക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ കോമഡി സീക്വൻസും എങ്ങനെ പ്രസന്റ് ചെയ്യണമോ, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകന് എത്രത്തോളം ഡെപ്തിൽ അത് മനസ്സിലാവണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവര് അതുകൂടെ ഫോക്കസ് ചെയ്തിട്ടുള്ള മ്യൂസിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ട്. ഓരോ കോമഡി സീൻസിനും കാര്യങ്ങൾക്കും ആ ഒരു മ്യൂസിക്കിന് ഭയങ്കര ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിന്റെ പാട്ടുകളുടെ ലൈൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മൾ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി മരണമാസത്തിന്റെ പാട്ടുകളൊന്നും അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഈ പാട്ട് കേട്ടിട്ട് ഞാൻ പിന്നീട് ശ്രദ്ധിക്കുമ്പോഴാണ് പാട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ സോങ്സ് ഒക്കെ നോക്കി. അപ്പോഴത്തേക്കും അതിന്റെ ലൈൻസ് ലിറിക്സ് ഒക്കെ നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് തപ്പി നോക്കണം. ലിറിക്സ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ആണ്. ഇതിന്റെ എഴുത്ത് പരിപാടി. അപ്പോൾ ഇതിന്റെ എഴുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് സിനിമയുടെ ഓരോ ഇന്റർവ്യൂലുള്ള സീനാണെങ്കിലും ഓരോ സീൻ ബൈ സീൻ നമുക്കത് മനസ്സിലാവും എത്രത്തോളം നന്നായിട്ട് ഇത് എഴുതി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സിജോ സണ്ണി, പിന്നെ അതുപോലെ തന്നെ ബാബു ആന്റണി, ഇവരുടെയൊക്കെ ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബേസിൽ ജോസിനെ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പുള്ളിക്കാരന്റെ ഒരു പ്രസന്റേഷൻ രീതിയൊക്കെ ഭയങ്കര നാച്ചുറൽ ആണ്. അറിയാമോ? ഭയങ്കര നാച്ചുറൽ ആയിട്ട് പ്രസന്റ് ചെയ്യും ക്യാരക്ടേഴ്സ്. ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും ബേസിലിന് ഭയങ്കര ആപ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ബേസിൽ ചൂസ് ചെയ്യുന്നത്. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബേസിലിനെ. കാരണം ബേസിലിനെ കൊണ്ട് പറ്റാത്ത ക്യാരക്ടേഴ്സ് ബേസിൽ ചൂസ് ചെയ്യാറില്ല. ബേസിലിന് കിട്ടുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അത് ബേസിലിനെ കൊണ്ടേ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിക്കുന്ന തരത്തിലാണ് പുള്ളി അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേസിലിന്റെ ഓരോ ക്യാരക്ടേഴ്സും ബേസിലിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇതിന്റെ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ട് കേട്ടോ. സിനിമ തുടങ്ങുന്ന സമയത്ത് ഞാനത് സ്പോയിലർ പറയുന്നില്ല. സിനിമ തുടങ്ങുന്ന സമയത്ത് ആരാണ് എന്താണെന്ന് പറയുന്നത്. സിനിമ തുടങ്ങുന്ന സമയത്ത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം, സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ് പറയുന്ന ഒരു സംഭവം കേട്ടോ. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു സംഭവം ഉണ്ടായിരിക്കും. അത് നമ്മളവിടെ തിയേറ്ററിൽ കാണിച്ചപ്പോഴത്തേക്കും ഭയങ്കര ബഹളമായിരുന്നു. തിയേറ്റർ ഫുള്ള് ഭയങ്കര ചിരിയും ഭയങ്കര കാര്യങ്ങളായിരുന്നു. ഞാനിപ്പോ ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ അതുപോലൊരു കാര്യം, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനകത്തുണ്ടായിരുന്നു നമ്മുടെ നാഗചേച്ചി, ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ടുള്ള നാഗചേച്ചിയുടെ ഒരു ക്യാരക്ടർ. അതിനെക്കുറിച്ചും ഞാൻ സ്പോയിലറായിട്ട് പറഞ്ഞ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു ചിരി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടണം. അല്ലാതെ ഞാൻ ഈ പറഞ്ഞിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം ഇതാവുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നെഗറ്റീവ് സൈഡ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ കോമഡി കുറച്ച് ഓവർ ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ ഒരുവിധമുള്ള സിനിമകൾ, ചില സിനിമകളിൽ കോമഡി സിനിമകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സംഭവമാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ കോമഡി ഓവറായിട്ട് വാരി ഇടുന്നത് പോലെ, അല്ലെങ്കിൽ കോമഡി ഓവറായിട്ട് ഒരു ലോജിക്കലി കണക്ട് പോലും ആവാത്ത രീതിയിലൊക്കെ കോമഡി പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ സിനിമയിലും എനിക്ക് ചില സ്ഥലങ്ങളിൽ കോമഡി കുറച്ച് ഓവറായില്ലേ, അത് വേണമായിരുന്നു. ചളി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കോമഡി കുറച്ച് ഓവറായി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അത് എന്റെ തോന്നലായിരിക്കും. കാരണം എനിക്ക് ചില സിനിമകളിൽ അങ്ങനെ തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലത്തുള്ള സിനിമകളിൽ എനിക്ക് തോന്നാറുണ്ട്. അതിന് മെയിൻ ഒരു റീസൺ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം,
ഞാനൊക്കെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കണ്ടു വളർന്ന കുറച്ച് സിനിമകളുണ്ട്. കോമഡി സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന കുറെ സിനിമകളുണ്ട്. അത് എനിക്ക് തോന്നുന്നു 90s 80s കിഡ്സിനൊക്കെ മേ ബി അത് കണക്ട് ആവും. നമ്മുടെ കോമഡി സിനിമകൾ എന്ന് പറയുമ്പോൾ ഓടി വരുന്ന സിനിമകളൊക്കെയാണ് അക്കരെ അക്കരെ, പിന്നെ പട്ടണപ്രവേശം, അതുപോലെ തന്നെ പട്ടാഭിഷേകം, വെട്ടം, പാണ്ടിപ്പട, പഞ്ചാബി ഹൗസ്, പറക്കും തളിക, ഇതൊക്കെ ആയിരുന്നു കോമഡി സിനിമ എന്ന് പറയുമ്പോൾ. നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിയ കുറെ സിനിമകൾ ഇതൊക്കെയാണ്. അതിൽ വലിയൊരു പങ്ക് ദിലീപേട്ടനുണ്ട്. അതുപോലെ തന്നെ ശ്രീനിവാസ സാറിനാണെങ്കിലും ലാലേട്ടനൊക്കെ ആയിരിക്കെ ഒരു നമ്മുടെ കുട്ടിക്കാലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിയ കുറേ മൊമെന്റ്സ് അല്ലെങ്കിൽ കുറെ സിനിമകൾ അവർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് അത് കണ്ട് വളർന്ന നമുക്ക് ഇപ്പോഴത്തെ സിനിമകളിലെ കുറച്ച് സംഭവം കോമഡീസ് കാണുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കരമായിട്ട് ഡൈജസ്റ്റ് ചെയ്യാത്ത ഇതായിട്ട് വരുന്നുണ്ട്. അത് എനിക്ക് മാത്രമാണോന്ന് അറിയില്ല. അങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ താഴെ വന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് ചില സീനുകളിൽ കുറച്ച് കോമഡി ഓവറായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നി, ഓവറായിട്ട് കൊടുത്തതുപോലെ എനിക്ക് തോന്നി. പക്ഷെ മ്യൂസിക് ഭയങ്കര രസമായിട്ട് അതിനെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ സിനിമ തുടങ്ങുന്ന സമയം തൊട്ട് അവസാനിക്കുന്നത് വരെയും നമ്മൾ കംപ്ലീറ്റ്ലി സ്ക്രീനിൽ ഇൻവോൾവഡ് ആയിരിക്കും. കാരണം നമുക്ക് ശ്രദ്ധ മാറിപ്പോകുന്ന രീതിയിലുള്ള ബോറായിട്ടുള്ള സീനുകളോ അല്ലെങ്കിൽ നമ്മളെ മടുപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നും സിനിമയ്ക്കകത്തില്ല. വളരെ ക്ലിയർ എന്റർടൈനർ ആണ് സിനിമ, പ്യുവർലി എന്റർടൈനർ ആണ്. നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കാനുള്ള ഒരു സിനിമയ്ക്ക് അത്രയും വലിയൊരു പൊട്ടൻഷ്യൽ സിനിമയ്ക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും കുടുംബസമേതം പോയി കാണാൻ പറ്റുന്ന, ഇപ്പൊ ഇറങ്ങി കുടുംബസമേതം കാണാൻ പറ്റുന്ന വെച്ചാൽ കുടുംബത്തിന് ഒരു ഫാമിലി ആയിട്ട് പോയി അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സിനിമകളിൽ ഒന്നാണ് ഇപ്പൊ ഇറങ്ങി. ഇപ്പം ആലപ്പുഴ ജിംഖാന നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയി അടിച്ചു പൊളിക്കാൻ, വിഷുവിനൊക്കെ പോയി കാണാൻ പറ്റിയ കിടിലൻ സിനിമയാണ്. ബസൂക്ക അതുപോലത്തെ ഒരു സിനിമയാണ്. പിന്നെ ഇത് ഇപ്പം ഞാൻ കണ്ട ഈ മരണമാസം എന്ന് പറയുന്ന സിനിമയും നമുക്ക് ഫാമിലി ആയിട്ട് പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ്. തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാം. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമായിരിക്കും ഇരുന്ന് ചിരിക്കുന്ന സമയം. തിയേറ്റർ ഫുൾ ചിരിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ സ്മോക്കിംഗ് ഇഞ്ചുറീസ് ഹെൽത്ത് എഴുതി കാണിക്കുന്ന സമയം മുതൽ ടൈറ്റിൽ കാർഡ് വിട്ട് ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സിനിമയാണ്. വൺ ടൈം വാച്ച് സിനിമയാണ്. വൺ ടൈം വാച്ച് ആണ് നോക്കിയ സിനിമ. പിന്നെ ഇതിലെ കോമഡീസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല രീതിയിൽ കോമഡി കാര്യങ്ങളുണ്ട്. അപ്പൊ വിഷുവിന് നമുക്ക് അത്യാവശ്യം പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു രസകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഈ മരണമാസം. അപ്പൊ എല്ലാവരും സിനിമ തിയേറ്ററുകളിൽ പോയി കാണുക. ഇതിൽ വേറെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ പറയാനായിട്ടില്ല. യൂഷ്വൽ ബേസിൽ സിനിമകൾ പോലെ തന്നെ കോമഡിയാണ്, ഫീൽ ഗുഡ് ആണ്. അത്യാവശ്യം ചിരിക്കാനുള്ള ഒരുപാട് സീക്വൻസുകൾ അവർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കോമഡി എലമെന്റ്സ് ഇതിനകത്ത് അവർ വാരി നിറച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പോയി കാണുക. ഈ സിനിമയിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നേരെ കമന്റ് ബോക്സിൽ വരിക. അപ്പോൾ